വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസ് വന്ന പാടെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരുന്നല്ലോ. അതിൽ അനീഷ് ബോറിംഗ് ആണെന്നും അവിടെ നിന്നിട്ട് ഒരു കാര്യവും ഇല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആണ് അനീഷ് എന്നും നമ്മുടെ മാർക്കറ്റിംഗ് മല്ലു പ്രവീൺ പറയുന്നുണ്ടായിരുന്നു. അനീഷിനെ ടാർഗറ്റ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മൾ കണ്ടത്. പക്ഷെ അത് വെറും ഒരു വ്യാമോഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറൊന്നുമല്ല, അനീഷിനെതിരെ ഒരുവിധം ആര് ഗെയിമുമായിട്ട് പോയാലും പുള്ളി വായടപ്പിച്ച് അവിടെ ഇരുത്തും. ഒരു ഡയലോഗ് വീണ്ടും വീണ്ടും പറഞ്ഞാണേലും ആ ഒരു പരിപാടി പ്രൊവോക്കിംഗ് നിർത്തിക്കാൻ അനീഷിനെ അറിയാം. ഹൗസിലുള്ള എല്ലാവരും എതിരായിട്ടും ഇമോഷണലി തളർത്താൻ സാധിച്ചിട്ടില്ല അനീഷിനെ. നിങ്ങൾ എപ്പോഴേലും കണ്ടിട്ടുള്ള അനീഷ് ഇമോഷണലി തളർന്ന ഒരു സൈഡിലിരിക്കുന്നത് കണ്ടിട്ടില്ല. കാരണം അങ്ങനെ തളരുന്ന ഒരു കണ്ടസ്റ്റന്റ് അല്ല. പിടിച്ചു കുലിക്കാൻ ആരെ കൊണ്ടും പറ്റാത്ത ഒരു വൻമരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മെന്റലി ബ്രേക്ക് ചെയ്യാൻ ക്ലോസ് ടു ഇമ്പോസിബിൾ എന്ന് തന്നെ പറയാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അത്രയും സ്ട്രോങ് ആയിട്ട് നിന്ന് എതിരെ വരുന്ന ആളെ വെട്ടി വീഴ്ത്താൻ അനീഷിനെ കൊണ്ട് സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു ശക്തനായ എതിരാളി ആയതുകൊണ്ട് തന്നെ നോക്കിയും കണ്ടും അനീഷിനെതിരെ കരുക്കൾ നീക്കിയില്ലെങ്കിൽ പ്രവീണ് പണി കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ചിലപ്പോൾ ഉൾട്ട അടിച്ചു വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, പ്രവീൺ ബെഡ് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അപ്പാനി ശരത്തുമായിട്ടാണ്. അവരുടെ ഗ്രൂപ്പിലെ വെറും ഒരു കണ്ണിയായി പ്രവീൺ മാറുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. കാരണം ഈ ഒരു കാര്യം പ്രവീൺ പറഞ്ഞത് അപ്പാനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പാനിക്ക് ആ സമയത്ത് അവിടെ ഇരുന്ന് കൈ അടിക്കുന്ന പോലെയൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇതിനു ശേഷമാണ് പ്രവീണെ ബെഡിലേക്ക് ക്ഷണിച്ചത്. അക്ബറും അപ്പാനിയും പ്രവീണും കൂടിയാണ് ഒന്നിച്ച് ഉറങ്ങാൻ പോകുന്നത് ഇന്ന് തുടങ്ങി. കണ്ടു തന്നെ അറിയാം എങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവിക്കുമെന്ന്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.